ഹായ് ഫ്രണ്ട്സ്, ചൈന എന്ന് കേട്ടാൽ നമ്മുടെ മൈൻഡിൽ കൊറോണ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ ഓടി വരുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ചൈനീസ് ഭക്ഷണങ്ങൾ ലോകത്തിൽ ഇന്നും വ്യത്യസ്തത പുലർത്തുന്നു. ഓടുന്നതും ഇഴയുന്നതും നീന്തുന്നതുമെല്ലാം ചൈനക്കാരുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നു. തറയിലും ആകാശത്തിലുമുള്ള സകലത്തെയും അവർ ആഹാരമാക്കുന്നുണ്ട്. അത്തരത്തിൽ അസാധാരണമായിട്ടുള്ള കുറച്ച് ചൈനീസ് ഫുഡ് നമുക്കിന്ന് കണ്ടാലോ? എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കല്ലേ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സ്നേക്ക് സൂപ്പ്. ചൈനയിലെ സ്നേക്ക് സൂപ്പ് വളരെ പ്രബലമാണ്. 2000 വർഷത്തിലേറെയായി ചൈനീസ് സംസ്കാരത്തിൽ പാമ്പ് സൂപ്പ് രുചികരമായ ഒരു വിഭവമായി കണക്കാക്കപ്പെടുന്നു. ഇതിലൊരു വെറൈറ്റിയായ ഐറ്റമാണ് സീഗാങ് എന്ന ഈ സൂപ്പ്. തെക്കൻ ചൈനയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഈ സൂപ്പിൽ ഏകദേശം 5 ഇനം പാമ്പുകളെ കൊന്ന് ആവിയിൽ വേവിച്ച് ഇത് തയ്യാറാക്കുന്നു. കൂടാതെ ഇതിന് ചിക്കൻ നഗറ്റ്സിൻ്റെ ടേസ്റ്റിന് ഈക്വൽ ആണെന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിൽ സ്നേക്ക് സൂപ്പിനായി പേരുകേട്ട റെസ്റ്റോറൻറ്റുകൾ ഹോങ്കോങ്ങിൽ ധാരാളമുണ്ട്. ബ്ലഡ് ടോഫു. രക്തത്തിൽ നിന്നും ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ ഈ ലോകത്തിലുള്ള ധാരാളം പേർ ഇഷ്ടത്തോടെ കഴിക്കുന്നുണ്ട്. ഇംഗ്ലണ്ട്, സ്പെയിൻ പോലുള്ള രാജ്യങ്ങളിൽ ഇത് കോമൺ ആയിരിക്കും. നമ്മുടെ ഇന്ത്യയിലും ആട്ടിൻ്റെ രക്തം കൊണ്ടുള്ള ഭക്ഷണങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. എന്നാൽ ചൈനയിൽ കാണപ്പെടുന്ന ബ്ലഡ് ടോഫു എന്ന ഈ വിഭവം വ്യത്യസ്തമായതാണ്. ഇത് താറാവ്, പന്നി എന്നിവയുടെ പ്യുവർ ആയിട്ടുള്ള ബ്ലഡിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. സൂപ്പ്, നൂഡിൽസ് എന്നിവയ്ക്കൊപ്പവും ഇത് കഴിക്കാവുന്നതാണ്. ഹൽവ കഷ്ണങ്ങളെ പോലെ തോന്നിപ്പിക്കുന്ന ഇവയ്ക്ക് ഇരുമ്പിൻ്റെ അംശം ധാരാളമായി അടങ്ങിയിരിക്കുന്നു. സ്പിറ്റ് സൂപ്പ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ആരെങ്കിലും തുപ്പിയാൽ നിങ്ങൾ കഴിക്കുമോ? സത്യമായും കഴിക്കില്ല. എന്നാൽ ചൈനക്കാർ ഒരു പക്ഷിയുടെ ഉപനീരിൽ നിന്നുള്ള സൂപ്പാണ് മോസ്റ്റ് എക്സ്പെൻസീവ് സൂപ്പായി കഴിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന സിഫ്ലെറ്റ് എന്ന പക്ഷി തൻ്റെ വായിൽ നിന്നുള്ള ഉമിനീര് ഉപയോഗിച്ചാണ് തനിക്ക് കൂട് നിർമ്മിക്കുന്നത്. വളരെ ഉയരത്തിലുള്ള മലകളിലെ ചെരുവുകളിലും ഗുഹകളിലുമാണ് ഇവ കൂട് നിർമ്മിക്കുന്നത്. ഇത്തരത്തിലുള്ള കൂട് കളക്ട് ചെയ്താണ് ഇവർ സൂപ്പ് നിർമ്മിക്കുന്നത്. പക്ഷി കൂട് കൂട്ടി മുട്ടയിട്ട് കുഞ്ഞു വിരിഞ്ഞ് അവ പോയ ശേഷം ഉയരത്തിലുള്ള കൂട് ഹാർവെസ്റ്റ് ചെയ്ത് ആ കൂട് 1 കിലോ ഏകദേശം $5000 വിൽക്കുന്നു. ഇത്തരത്തിൽ പക്ഷിയുടെ കൂട്ടിൽ നിന്നും സൂപ്പ് തയ്യാറാക്കുന്ന രീതി 1200 വർഷങ്ങളായി ചൈനക്കാർ ഫോളോ ചെയ്തു വരുന്നുണ്ട്. ഈ കൂടുകൾ ചില പ്രത്യേക സീസണിൽ ലഭിക്കുന്നത് കൊണ്ട് സൂപ്പും വളരെ എക്സ്പെൻസീവ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഷോർട്ട് വീഡിയോ ഞാൻ മുമ്പും ചെയ്തിട്ടുണ്ട്. ബലൂട്ട്. മുട്ട കൊണ്ടുള്ള ഒരു വിഭവമാണിത്. നമ്മളെല്ലാം മുട്ട, ഓംപ്ലേറ്റ്, ബുൾസെ എന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചൈനക്കാർ 14 മുതൽ 21 ദിവസം പ്രായമായ താറാവിൻ്റെ ഭ്രൂണമടങ്ങിയ മുട്ട പുഴുങ്ങി അതിൽ ഉപ്പും വിനാഗിരിയും ചേർത്ത് കഴിക്കുന്നു. ഉയർന്ന പ്രോട്ടീൻ അടങ്ങിയ ഈ വിഭവം ചൈന കൂടാതെ ഫിലിപ്പീൻസ്, വിയറ്റ്നാം എന്നിവിടങ്ങളിലും പ്രശസ്തമായ സ്ട്രീറ്റ് ഫുഡാണ്. സിൽക്ക് വാംസ്. തണുപ്പ് സമയത്തും അല്ലാത്തപ്പോഴും കറുമുറെ കടിച്ചു തിന്നുന്ന ഭക്ഷണത്തോട് എല്ലാവർക്കും താല്പര്യമാണ്. ഇതിനെ സിൽക്ക് വാംസ് എന്ന് പറയുന്നു. ഇവയെ വറുത്ത് കഴിക്കാൻ ചൈനക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചൈനയിലെ ഏത് റെസ്റ്റോറൻറ്റിൽ പോയാലും ഇവയെ ലഭിക്കും. ഇതൊരു പോഷക ഗുണമുള്ള വിഭവമാണെന്നും കണക്കാക്കപ്പെടുന്നു. ബിയർ പൗ സൂപ്പ്. ആട്ടുകാൽ സൂപ്പ് നമ്മൾ എല്ലാവർക്കും അറിയാം. എന്നാൽ ചൈനയിൽ പോയാൽ കരടി സൂപ്പ് വരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഫോട്ടോയിൽ ആദ്യമായി കാണുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു മനുഷ്യൻ്റെ കൈ പോലെ തോന്നിയേക്കാം. എന്നാൽ സത്യത്തിൽ ഇതൊരു കരടിയുടെ പാദമാണ്. ചൈനയിലെ വളരെ എക്സ്പെൻസീവായ ഈ സൂപ്പ് തയ്യാറാക്കുന്നതിനായി കാട്ടിൽ നിന്നും കരടികളെ പിടിച്ചു കൊണ്ടുവന്ന് അതിനെ വളർത്തി പുതിയ കുട്ടികളെ ഉണ്ടാക്കിയ ശേഷം സൂപ്പ് വെച്ച് കഴിക്കുന്നു. സീഷോർ ഷിഷ് കബാബ്. ചൈനയിൽ കടൽ തീരത്തിനടുത്തുള്ള ഷോപ്പുകളിൽ രാത്രി സമയങ്ങളിൽ പോവുകയാണെങ്കിൽ കടൽ കുതിരകളെ വറുത്ത് സ്റ്റിക്കിൽ കുത്തി വെച്ചിരിക്കുന്നത് കാണാം. ലോകത്തിൽ തന്നെ അധികമായി കടൽ കുതിരകളെ ഇഷ്ടത്തോടെ കഴിക്കുന്നത് ഇവരാണ്. ഇതിനു മാത്രമായി ഓരോ വർഷവും 500 ടൺ കടൽ കുതിരകൾ കടലിൽ നിന്നും ശേഖരിക്കുന്നു. അത് കഴിച്ചിട്ട് ഒരാൾ പൊട്ടറ്റോ ചിപ്സ് പോലെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കും. ഏകദേശം 600 വർഷമായി ചൈനക്കാർ ഇവയെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നു. ചൈനീസ് പരമ്പരാഗത വൈദ്യത്തിൽ ഒഴിച്ചുകൂടാനാവാത്തതും പ്രധാനമായി പുരുഷന്മാരുടെ ലൈംഗിക പ്രശ്നങ്ങൾക്കുള്ള മരുന്നിൻ്റെ ഒരു പ്രധാന ഘടകം കടൽ കുതിരകളിൽ നിന്നുമാണ് എടുക്കുന്നതെന്നും പറയപ്പെടുന്നു. ഷാർക്ക് ഫിൻ സൂപ്പ്. വ്യത്യസ്തങ്ങളായ സൂപ്പുകൾ ചൈനയിൽ ധാരാളം കാണുവാൻ കഴിയും. അതിൽ സ്രാവിൻ്റെ ചിറക് കൊണ്ടുള്ള സൂപ്പ് ചൈന മാർക്കറ്റുകളിൽ വില കൂടിയ സ്പെഷ്യൽ ആയിട്ടുള്ള ഒന്നാണ്.
ഏകദേശം $100 ഒരു കപ്പ് സൂപ്പിന്റെ വില. 73 മില്യൺ സ്രാവുകൾ ഒരു വർഷത്തിൽ ഈ സൂപ്പിനായി ചൈനക്കാർ കൊല്ലാറുണ്ടെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. ചൈനയിലെ ആഘോഷ ദിവസങ്ങളിലാണ് ഏറെയും ഈ സൂപ്പ് വിറ്റുപോകുന്നത്. ബീസ് ഫ്രൈ. തേനീച്ചകളുടെ എണ്ണം ഇപ്പോൾ കുറഞ്ഞു വരികയാണ്. തേനീച്ചകൾ നശിച്ചാൽ അടുത്ത 5 വർഷത്തിനകം മനുഷ്യ ഇനം മൊത്തം നശിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ എത്ര അവകാശപ്പെട്ടാലും തേനീച്ചകളുടെ ലാർവകളെ വറുത്തു കഴിക്കുകയാണ് ഈ ചൈനക്കാർ. ചൈനയിലെ നോർത്തേൺ സിറ്റിയിലെ പല റെസ്റ്റോറൻറ്റുകളിലും ഈ ഡിഷ് കാണുവാൻ കഴിയും. തേൻകൂടിൽ നിന്നും ശേഖരിക്കുന്ന ലാർവകൾ വറുത്ത് ഉപ്പ്, മുളക് എന്നീ മസാലകൾ ചേർത്ത് കഴിക്കുന്നു. ഇത്തരത്തിൽ പോയാൽ തേനീച്ചകൾ മൊത്തത്തിൽ നശിക്കാനും കാരണം ചൈനക്കാർ തന്നെയാകും. സെഞ്ചുറി എഗ്സ്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞാൽ തന്നെ കേടാകുന്ന മുട്ടകൾ ചൈനക്കാർക്ക് കേടായ ശേഷമാണ് ഏറെ പ്രിയമാകുന്നത്. മുട്ടകൾ തേയില, ഉപ്പ്, ചാരം, കളിമണ്ണ് എന്നിവ കുഴച്ച് മാസങ്ങളോ വർഷങ്ങളോ വെച്ച് അവർ കഴിക്കുന്നു. കോഴിമുട്ടയും താറാമുട്ടയും ഇതിൽ ഉൾപ്പെടുന്നു. മില്ലേനിയം എഗ്സ് എന്നതിനെ പറയുന്നു. മുട്ടകളെ പ്രിസർവ് ചെയ്തു വയ്ക്കുമ്പോൾ ആ കോട്ടിങ്ങിൽ അടങ്ങിയിരിക്കുന്ന സോഡിയം ഹൈഡ്രോക്സൈഡ് അകത്തുള്ള മുട്ടയിൽ ചില മാറ്റങ്ങൾ വരുത്തി വെള്ള കളർ മുട്ടയെ ബ്രൗൺ കളറാക്കി മാറ്റുന്നു. ഇത്തരത്തിലുണ്ടാക്കുന്ന മുട്ടകൾ നല്ല ടേസ്റ്റ് ആണെന്ന് പറഞ്ഞ് ചൈനക്കാർ ഇഷ്ടത്തോടെ കഴിക്കുന്നു. ബാറ്റ് ഫ്രൈ. വവ്വാലിനെ വറുത്ത് കഴിക്കുന്നത് ചൈനക്കാർ മാത്രമല്ല, തെക്കൻ ഏഷ്യയിലെ പല ദ്വീപുകളിലെ ജനങ്ങളുടെയും ഇഷ്ടവിഭവമാണിത്. എന്നാൽ ഇതിൽ അപകടമുണ്ടെന്ന് 2009 ഗവേഷകർ കണ്ടെത്തി. പ്രധാനമായും സൗത്ത് ചൈനയിലെ ചില പ്രദേശങ്ങളിൽ വിൽക്കുന്ന വവ്വാലുകളിൽ ധാരാളം ആപത്തായ വൈറസുകൾ ഉണ്ടെന്ന് കണ്ടെത്തി. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ.